ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ 4 മണി പലഹാരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെ ഇടയ്ക്ക് മാത്രമാണ് വീട്ടിൽ പലഹാരം ഉണ്ടാക്കാറുള്ളൂ. പുറമേ നിന്നുള്ള ബേക്കറി ഐറ്റംസാണ് 4 മണിക്ക് എല്ലാവരും ഉപയോഗിക്കാറ് വീട്ടിൽ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കായ കിട്ടിയിട്ടോ. നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്ന കായ ഉണ്ടല്ലോ, കുട്ടിച്ചൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. അവിടെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ 2 പെടലൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ 2-3 ദിവസം ഉപ്പേരി വെച്ചു, എന്നിട്ടും തീരണില്ല. അപ്പോൾ എന്നും ഈ ഉപ്പേരി തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അത് നമുക്ക് ബജ്ജി ഉണ്ടാക്കാം, കടലമാവിൻ്റെ പൊടി വാങ്ങിയിട്ട് വരുമോ ചോദിച്ചു. അപ്പോൾ അച്ഛൻ അതിന് വേണ്ട പൊടിയും എണ്ണയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്നത് മോശമാണല്ലോ. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി. ബജ്ജിക്ക് ഉള്ള കായ നന്നാക്കി സ്ലൈസായിട്ട് നല്ല കനം കുറഞ്ഞിട്ട് വേണം അരിയാൻ, അല്ലെങ്കിൽ നമ്മളുടെ മാവ് കരിഞ്ഞു പോവുകയും ചെയ്യും. ബജ്ജി ആണെങ്കിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും നല്ല പാകത്തിന് കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുതേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതാ 2 കായാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിനുള്ളത് കിട്ടി. കാരണം നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഒത്തിരി പേരുണ്ടെങ്കിലല്ലേ നമുക്ക് ഒത്തിരി ഉണ്ടാക്കുകയുള്ളൂ. വെറുതെ ഭക്ഷണം വേസ്റ്റാക്കി കളയരുതല്ലോ. നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിലൊന്നും നമ്മൾ കളയാറില്ല കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ അത് ഉപയോഗിച്ച് കഴിക്കുകയും ചെയ്യും. ഒന്നില്ലെങ്കിൽ ഞാൻ തന്നെ തിന്ന് തീർക്കും. അപ്പം കണ്ടില്ലേ, എൻ്റെ ശരീരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, എന്നെ കൊണ്ട് തീറ്റിക്കുകയാണ് ഇവിടെ. വേണ്ട അമ്മ എന്ന് പറഞ്ഞാലും അയ്യോ അത് കളയാൻ പറ്റില്ല, കഴിക്കുകയെന്ന് പറഞ്ഞ് ഞാനും അമ്മ ഇരുന്ന് കഴിക്കുക ഞങ്ങൾക്ക് പറ്റണത്. അപ്പോൾ ഇതാ 2 കായ അരിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മാവ് കൂട്ടാൻ പോവുകയാണ്. നമ്മൾ കടലമാവാണ് എടുത്തിരിക്കുന്നത്. കുറച്ചാട്ടോ, നമ്മൾ എത്ര കായ എടുക്കേണ്ട അതിനനുസരിച്ചിട്ടാണ് മാവ് എടുത്തിരിക്കുന്നത്. ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. ഇന്ന് പൊതുവെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരം ആയപ്പോൾ നല്ല മഴക്കാറും നല്ല കാറ്റും വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പോയി അടുക്കളയുടെ വാതിലടച്ചത്, അല്ലെങ്കിൽ ടേന്ന് ഇങ്ങനെ അടയും വാതിൽ. അപ്പോൾ ആവശ്യത്തിനുള്ള കടലമാവ് ഞാൻ പാത്രത്തിലിട്ടു. അതിനുശേഷം കുറച്ച് അരിപ്പൊടി ചേർത്തു കേട്ടോ. മാവ് എത്രയാണോ എടുത്തത് അതിൻ്റെ ഒരു അളവനുസരിച്ചിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തു. എനിക്ക് അളവും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, കാരണം ഞാനിത് സ്വയം ഇങ്ങനെ ഓരോന്നുണ്ടാക്കി നോക്കുകയാണ്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതൊന്നും ഇതുവരെ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. കഴിക്കാം, വലിയ ഹൈപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറ്. അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഞാൻ എന്താ അടിയിൽ പോയി എടുക്കണമെന്ന് വെച്ചാൽ അടിയിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ നോക്കുക ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന്. അത് കാണുകയും ചെയ്തു. പിന്നെ ചേർത്ത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ 2-3 പപ്പടം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് സോഡാപ്പൊടിയോ അപ്പക്കാരോ ഒന്നും ഉണ്ടായില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഉണ്ടായില്ല നമുക്ക്. അപ്പോൾ ഞാൻ 2-3 പപ്പടം കൂടി വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ നേരത്തെ പൊടികളുണ്ടല്ലോ, നേരത്തെ എടുത്ത് വെച്ച പൊടികൾ ഇട്ടിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് കറക്കിയെടുത്തു. അപ്പോഴേക്കും നമ്മുടെ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില കായ കുറച്ച് കനം കൂടുതൽ പോലെ തോന്നി, അപ്പോൾ ഞാനതൊന്നും കൂടി കനം കുറയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാവിൽ മുക്കിപ്പൊരിക്കുന്നു. നമ്മൾ ചായ അപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് ചായയും ചൂട് ബജ്ജിയൊക്കെ ആയിട്ട് വൈകുന്നേരം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ മാവിലും ഇട്ട് മുക്കി പൊരിച്ചെടുക്കുകയാണ്.
ഇന്ന് സ്വത്ത് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവൾ ഉറക്കം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും, ഒന്നിനും പറ്റില്ല, അവളുടെ ഒപ്പം തന്നെ കുറേ നേരം ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ടൈമൊക്കെ വെറുതെ പോവും. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ കൊണ്ടാണ് കുക്കിങ്ങും ചെയ്യണത്. അപ്പോൾ രണ്ടും പറ്റണില്ല. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. നമ്മൾ പപ്പടം ചേർത്തോണ്ട് തന്നെ അത് പൊള്ളച്ച് വന്നിട്ടുണ്ട് ആവശ്യത്തിന്. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ കായ ബജി റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ഉള്ളി വെച്ചിട്ടൊരു ചമ്മന്തി അരച്ചോട്ടോ, നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടില്ലേ, അങ്ങനെ ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.